എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. എപ്പിസോഡ് വന്നിട്ടില്ല, ഇത് പ്രൊമോ റിവ്യൂ ആണ്. അപ്പോൾ ആലീനയും പൗലൂസും കൂടി അടുക്കളയിൽ നിന്ന് സംസാരിക്കുന്നു. അന്നേരം പൗലൂസ് ചോദിക്കുന്നുണ്ട്, പാലയിൽ ഒരു വീട്ടിൽ നിന്നു എന്ന് പറഞ്ഞല്ലോ, അവിടെ എന്തായിരുന്നു ജോലി എന്നൊക്കെ ചോദിക്കുമ്പം ആ വീട്ടിൽ എന്തൊക്കെ ജോലി ചെയ്യാവോ അതൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു, അടിക്കുമായിരുന്നു, തൂക്കുമായിരുന്നു, തുടയ്ക്കുമായിരുന്നു, അങ്ങനെയുള്ള ജോലിയൊക്കെ ചെയ്യുമായിരുന്നു എന്ന് പറയുമ്പം അയാൾക്കതങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത് കഴിയുമ്പോൾ അങ്ങനെ ചോദിക്കും, ഇവിടെ കൊണ്ടുവിട്ടത് ആരാണ് എന്ന്. അതെൻ്റെ അച്ഛനാണ് എന്ന് പറയുമ്പോൾ അയാളിങ്ങനെ അന്തം വിട്ട് നിൽക്കുവാണേ. അന്നേരം അലീന പറയുന്നുണ്ട്, എന്നെ ഇവിടെ കൊണ്ടുവിട്ടത് അച്ഛനാണ്, അതുപോലെ ഇവിടെയുള്ളത് എൻ്റെ പപ്പയാണ് എന്നും പറയുന്നു. അങ്ങനെ വ്യക്തമായിട്ട് അതങ്ങ് മനസ്സിലായില്ല പൗലൂസിന്. അന്തേക്കും അലീന അവിടുന്ന് ചിരിച്ചോണ്ടങ്ങ് പോകും. പൗലൂസ് ഇങ്ങനെ സംശയത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അലീന പയ്യെ നടന്നു വന്ന് സ്റ്റാൻലിയുടെ റൂമിൻ്റെ അങ്ങോട്ട് വരുവാണ്. റൂം തുറന്നു നോക്കുമ്പം കാണുന്നത് അവിടെ ഇരുന്ന് മദ്യപിക്കുന്ന സ്റ്റാൻലിയാണ്. അത് കാണുന്നത് അലീനയ്ക്ക് ഭയങ്കര ടെൻഷനാവും. അലീന അന്നേരെ തിരിച്ചു പോരും. അന്നേരം സ്റ്റാൻലി വിളിക്കുന്നുണ്ട് അലീന എന്ന് പറഞ്ഞ്, പക്ഷേ അലീന നിൽക്കുന്നില്ലേ. അന്നേരം സ്റ്റാൻലി പുറത്തിറങ്ങും. എന്നിട്ട് ആൻ്റപ്പനെ വിളിക്കുന്നുണ്ട്. ഏതായാലും സ്റ്റാൻലിക്ക് ആകെ ഒരു വിഷമമായി അലീന മദ്യപിക്കുന്നത് കണ്ടല്ലോ എന്നോർത്തിട്ട്. ഇനി അലീന ഏത് രീതിയിൽ തന്നെപ്പറ്റി ചിന്തിക്കും എന്നൊക്കെ ഓർത്ത് ചെറിയ ടെൻഷനുണ്ട്. അതുപോലെ അലീന ഈ വീട്ടിലോട്ട് വന്ന കാര്യം സ്റ്റാൻലിയുടെ അപ്പച്ചനൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അപ്പച്ചൻ ഇങ്ങോട്ട് വരുന്നുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പച്ചൻ പറഞ്ഞേക്കുന്നത് അലീന എങ്ങനെയെങ്കിലും ഇവിടുന്ന് നാട് കടത്തണം, ഇവിടെ നിർത്തേണ്ട കാര്യമില്ല എന്നൊക്കെയാണ് ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞത്. ആ കാര്യത്തെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. നമ്മൾ ഒരു തവണ തോറ്റു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ജയിക്കാൻ പറ്റില്ല എന്ന് സ്റ്റാൻലി ആൻ്റപ്പനോട് പറയുമ്പം ആൻ്റപ്പൻ പറയുന്നുണ്ട്, ഒരിക്കലും സാബു തോറ്റു കൊടുക്കരുത് എന്ന്. ഇങ്ങനെ ചിന്തിച്ചിങ്ങനെ സ്റ്റാൻലി കാണിക്കുന്നു. അത് കഴിഞ്ഞ് സ്റ്റാൻലി അലീനയുടെ റൂമിലോട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ. എന്നിട്ട് റൂമിലെ സൗകര്യത്തെ പറ്റിയൊക്കെ ചോദിക്കുന്നു. അതുപോലെ അലീനയ്ക്കുള്ള ഡ്രസ്സൊക്കെ കബോർഡി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പം അലീന പറയുന്നുണ്ട്, അതെനിക്ക് 10-20 വർഷം കഴിയുമ്പോൾ ഇടാം, കാരണം അപ്പോഴത്തേക്കും ഞാൻ അത്രത്തോളം ഒന്ന് ചീർത്തു തന്നെ എങ്കിലും ശരിയാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഒരു കളിയാക്കുന്ന രീതിയിൽ, ഒന്ന് കുത്തുന്ന രീതിയിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം സ്റ്റാൻലി വയ്ക്കും, അതൊന്നും പാകമല്ലേ കുട്ടിക്ക്, എങ്കിൽ ആൻ്റപ്പൻ്റെ കൈ കൊടുത്ത് നമുക്കത് മാറ്റി മേടിക്കാം എന്നൊക്കെ പറയുന്നു. അതുപോലെ സ്റ്റാൻലി മദ്യം കഴിച്ചതിനെ കുറിച്ചും പറയുന്നുണ്ട്. ഞാൻ മദ്യം കഴിക്കും, അതിന് എനിക്ക് സമയവും കാലമൊന്നുമില്ല. ഭക്ഷണത്തിന് മധുരവും ഉപ്പും എങ്ങനെയാണോ അതുപോലെയാണ് സ്റ്റാൻലിക്ക് മദ്യം എന്നാണ് സ്റ്റാൻലി അലീനയോട് പറയുന്നത്. അതുപോലെ ഇതിൽ ആരും ഇടപെടുന്നതും ഇഷ്ടമല്ല എന്ന് പറയുവേ. അന്നേരം അലീന പറയുന്നുണ്ട്, ഇതൊന്നും എന്നോട് പറയേണ്ട കാര്യമില്ല, അതിൻ്റെ അകത്ത് അങ്ങനെ ഒരു കാര്യത്തിൽ ഞാൻ ഇടപെടരുത് എന്ന് എന്നോട് പച്ചയ്ക്ക് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകും എന്ന് തന്നെ പറയുവാണ്. അലീനയ്ക്ക് ഒരു ഇച്ചിരി ഒരു പരിഭവമുണ്ട് സ്റ്റാൻലിയോട് കേട്ടോ. കാരണം സ്റ്റാൻലി ഒന്ന് സ്നേഹം പുറത്തേക്ക് കാണിക്കുന്നില്ലല്ലോ. അതിനെ കാണിക്കുന്നത് നമ്മുടെ വൈജയന്തിയാണ്. വൈജയന്തി വൈകിട്ട് 8:30 ബാലേന്ദ്രൻ വരാത്തത് കൊണ്ട് ബബിതയെ കൊണ്ട് വിളിപ്പിക്കുക. വിളിച്ചു കഴിയുമ്പോൾ ഫോൺ എടുക്കുന്നില്ല ബാലേന്ദ്രൻ. അന്നേരം ഇത്തിരി പുച്ഛത്തോടെ വൈജയന്തി പറയുവാണ്, സമയം എത്രയായെന്ന് നോക്കുക, 8:30 എന്നിട്ട് നിൻ്റെ അച്ഛൻ എവിടെ പോയി കിടക്കുക, എവിടെയാ അങ്ങേര് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിങ്ങനെ പറയുമ്പം കൃഷ്ണമോൾ പറയുന്നുണ്ട്, ഞങ്ങളുടെ അച്ഛനെക്കുറിച്ച് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം, ഞങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തത് അമ്മയെക്കുറിച്ചാണ് എന്ന്. അന്നേരം വൈജയന്തി ചോദിക്കും, അമ്മയെക്കുറിച്ച് എന്നതാടി ഇനി മാത്രം അറിയാനുള്ളത് എന്ന്. ഭയങ്കര പുച്ഛവും ദേഷ്യമൊക്കെ കേട്ടോ വൈജയന്തിയുടെ മുഖത്ത്. അന്നേരം കൃഷ്ണമോൾ പറയുന്നുണ്ട്, ആർക്കറിയാം അമ്മയെക്കുറിച്ച് എന്തൊക്കെ രഹസ്യങ്ങൾ മനസ്സിൽ ഒളിപ്പിക്കണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലല്ലോ, മണ്ണൊന്നും അല്ലല്ലോ കുഴിച്ചു നോക്കാൻ എന്നിങ്ങനെ പറയുവാണ്. അത് കേൾക്കുന്ന പയ്യൊരു പേടിയും ടെൻഷനൊക്കെ വരുന്നുണ്ട് വൈജയന്തിയുടെ മുഖത്ത്. കാരണം അലീനയ്ക്കറിയാവുന്ന കാര്യങ്ങൾ മക്കളിലേക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എന്നറിയത്തില്ലല്ലോ. അതിൻ്റെ ഒരു ഷോക്ക് ആ മുഖത്ത് കാണുന്നുണ്ട്. എന്തായാലും ഇതൊക്കെയായിരുന്നു ഇന്നത്തെ പ്രൊമോ ആയിട്ട് കാണിച്ചത്.